Write down the three limitations of gross domestic product. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം ക്ഷേമത്തിന്റെ സൂചകമായി കണക്കാക്കുന്നതിനുള്ള 3 പരിമിതികൾ എഴുതുക. GDP എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെയാണ് നമ്മൾ GDP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേശീയ വരുമാനത്തെക്കുറിച്ച് അത് GDP കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ GDP കണക്കാക്കാനുള്ള 3 രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇത് 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. GDP എന്താണ്? ക്ഷേമത്തിന്റെ സൂചകമായിട്ട് കണക്കാക്കുന്നതിനുള്ള ചില പരിമിതികളുണ്ട്. ഈ GDP വർദ്ധിച്ചെന്ന് വെച്ചിട്ട് എപ്പോഴും നമുക്ക് ക്ഷേമം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തിന് വളർച്ചയും വികസനം ഉണ്ടാവണമെന്നില്ല. അപ്പം അതിന്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പരിമിതികൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ 5 പരിമിതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ 4 പരിമിതികൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ലിമിറ്റേഷൻസ് പഠിച്ചിട്ടുണ്ട്. GDP കൂടിയെന്ന് വെച്ചിട്ട് എന്താണ് അവിടെ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞു. ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവുക, അവർക്ക് കൂടുതൽ എന്താണ് പുരോഗതി ഉണ്ടാവുക. ഇതൊക്കെയാണ് എന്താണ് ക്ഷേമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ GDP വർദ്ധിച്ചെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ദേശീയ വരുമാനം ഉണ്ടായെന്ന് വെച്ചിട്ട് എപ്പോഴും ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാവണമെന്നില്ല. അതിന് പരിമിതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വരുമാന വിതരണത്തിൽ അസമത്വം, ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് വരുമാന വിതരണത്തിൽ അസമത്വം. രണ്ടാമത്തത് GDPയും ധനേതര ഇടപാടുകളും, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. 3, GDPയും ഹാനികരമായ വസ്തുക്കളും, GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്. 4, GDPയും ആകസ്മികളും, GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. ഒന്നാമത്തത് ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വരുമാന വിതരണത്തിൽ അസമത്വം. എന്താണ് വരുമാന വിതരണത്തിൽ അസമത്വം എന്ന് പറഞ്ഞാൽ? ചില വ്യക്തികളുടെ വരുമാനം വർദ്ധിച്ചാൽ രാജ്യത്തിന്റെ GDP അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കും. എന്നാൽ അവിടെ എല്ലാവരുടെ വരുമാനം വർദ്ധിക്കണം എന്നില്ല. അപ്പം നമ്മുടെ രാജ്യത്തുള്ള കോർപ്പറേറ്റുകളായ അദാനി, അംബാനി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന. ഇവരുടെയൊക്കെ വരുമാനം വർദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിക്കും, അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കും. എന്നാൽ അവിടെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും, എന്നാൽ അവരുടെ വരുമാനം ഒരിക്കലും വർദ്ധിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വരുമാനം വർദ്ധിച്ചാൽ പോലും രാജ്യത്തിന്റെ ദേശീയ വരുമാനം വർദ്ധിച്ചതായി തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരിക്കലും അവിടെ എന്താണ് ജനങ്ങൾക്ക് എല്ലാവർക്കും, ഇല്ല രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമമുണ്ടെന്ന് പറയാൻ പറ്റില്ല. രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളെ വരുമാനം വർദ്ധിച്ചെന്നാണ്. എന്നാൽ ഏതെങ്കിലും ചില വ്യക്തികളുടെ വരുമാനം വർദ്ധിച്ചാൽ പോലും രാജ്യത്തിന് വരുമാനം വർദ്ധിച്ചതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. Along with the increase in GDP, inequalities in income may occur, even if majority does not experience any increase in income. ചില വ്യക്തികളുടെ വരുമാനം വർദ്ധിച്ചാൽ പോലും എന്താണ് അവിടെ എപ്പോഴും എന്താണ് എല്ലാവരുടെ വരുമാനം വർദ്ധിക്കണമെന്നില്ല. The GDP will increase if the income if minority increase. രണ്ടാമത്തത് GDPയും ധനേതര ഇടപാടുകളും, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്. എന്താണ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ധനേതര ഇടപാടുകൾ പലതും GDPയിൽ പെടുത്താറില്ല. അപ്പം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും തൊഴിലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും തൊഴിലുണ്ടായി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സ്വാഭാവികമായിട്ടും GDP വർദ്ധിക്കൽ, ദേശീയ വരുമാനം വർദ്ധിക്കും. എന്നാൽ ചില വ്യക്തികൾക്ക് തൊഴിലുണ്ടെങ്കിൽ പോലും അവർക്ക് വരുമാനം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എന്നാൽ അതൊരു GDPയുടെ ഭാഗമില്ല. രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും തൊഴിലുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വരുമാനം കിട്ടുമെന്ന് GDP വർദ്ധിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം അങ്ങനെയാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് തൊഴിലുണ്ടെങ്കിൽ പോലും അവർക്ക് വരുമാനം കിട്ടണമെന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലി അല്ലെ, അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൊഴിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലിയുണ്ട്. എന്നാൽ അവിടെ എന്തില്ല, അതൊരിക്കലും GDPയിൽ ഉൾപ്പെടുത്തില്ല. കാരണം എന്താണ്, അവർക്ക് വരുമാനം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വരുമാനം ഇല്ല അതിൽ. അപ്പം അതാണ് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്, GDPയും ഹാനികരമായ വസ്തുക്കളും. നമ്മുടെ നാട്ടിൽ പുകയില, അതുപോലെ മദ്യം, പിന്നെന്താണ് മറ്റൊരുപാട് ലഹരി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് നല്ല രീതിയിൽ എന്താണ് ടാക്സും ഈടാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ പുകയില, മദ്യം എന്നിവയുടെ ഉൽപ്പാദനം കൂടി ഗവൺമെന്റ് നല്ല രീതിയിൽ ടാക്സ് ഇട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ജനങ്ങളുടെ ക്ഷേമം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾ ഇത് കൂടുതലായിട്ട് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്കെന്താണ് അവരുടെ ക്ഷേമം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവർ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയും അവർക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് GDPയും ഹാംഫുൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GDPയും ഹാനികരമായ വസ്തുക്കളുടെ, അല്ലെങ്കിൽ ഹാംഫുൾ ഗുഡ്സിന്റെ
ഉൽപ്പാദനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് നല്ല വരുമാനം കിട്ടും. കാരണം എന്താണ്, ഇത് ജനങ്ങൾ കൂടുതലായിട്ട് വാങ്ങേണ്ടതാണ്. പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ സമ്പാദ്യം മുഴുവൻ എന്താണ് കൂടുതലായിട്ടും ഈ ഒരു ആവശ്യത്തിൽ പോകുകയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ് ചെയ്യുന്നത്. 4. GDP ആൻഡ് എക്സ്റ്റേണലിറ്റീസ്. GDPയും ആകസ്മികങ്ങളും. എന്താ ആകസ്മികങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പം ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് റോഡ് വരികയാണെന്ന് വിചാരിക്കാം. റോഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ സ്ഥലത്തിന്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ബിൽഡിംഗ് വരും, അല്ലെങ്കിൽ എന്താണ് അവിടെ ബിസിനസ് മെച്ചപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് രാജ്യത്തിന്റെ GDP വർദ്ധിക്കും, ഒരുപാട് ആൾക്ക് തൊഴിൽ കിട്ടും, അല്ലെങ്കിൽ എന്താണ് സ്ഥലത്തിന്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് പുരോഗതി ഉണ്ടാവുകയാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട്. കാരണം അവിടെ ഇന്ത്യയിൽ ഫാക്ടറികളും മറ്റും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജലം മറ്റും തോടുകളിലേക്ക് അല്ലെങ്കിൽ നദികളിലേക്ക് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ആ നദിയിലെയും അല്ലെങ്കിൽ തോടുകളിലേക്ക് എന്താണ് മത്സ്യസമ്പത്തും അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പരിസ്ഥിതിപരമായിട്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ നദികളും മറ്റും മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വരുമാന മാർഗ്ഗം ഇല്ലാതാവും. അവിടെ കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വരുമാന മാർഗ്ഗം ഇല്ലാതാവും. കാരണം ഇതൊക്കെ ഒരുപാട് ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. അതാണ് GDP ആൻഡ് എക്സ്റ്റേണലിറ്റീസ് അഥവാ GDPയും ആകസ്മികങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പം GDP എന്താണ് വർദ്ധിച്ചു വെച്ചാൽ അല്ലെങ്കിൽ GDP ഒരിക്കലും ക്ഷേമത്തിന്റെ സൂചകമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അതിന്റെ പ്രധാന പരിമിതികൾ അല്ലെങ്കിൽ 3 ലിമിറ്റേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞുള്ളത്. ഇവിടെ നമ്മൾ 4 പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയിന്റുകൾ മാത്രമാണ്, ഈ 3 ലിമിറ്റേഷൻസ് മാത്രമാണ് ചോദിച്ചെങ്കിൽ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ അപ്പോൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നെങ്കിൽ. എന്നാൽ നേരെ മറിച്ച് ഇത് 4 മാർക്കിന് 5 മാർക്കിനാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്.